യുഎസും ഇറാനും യുദ്ധം തുടങ്ങാൻ പോവാണ്. നമ്മൾ അത് പേടിക്കുകയാണ്. നമ്മൾ ദ്വാരക്ക് അള്ളാഹു അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാക്കാതിരിക്കട്ടെ. എല്ലാ നാടുകളിലും അള്ളാഹു സമാധാനം നിലനിർത്തി തരട്ടെ. സമാധാനത്തിന്റെ അന്തരീക്ഷം അള്ളാഹു നിലനിർത്തി തരട്ടെ. അങ്ങനെ ഒരു യുദ്ധം തുടങ്ങിയാൽ പ്രവാസികൾക്ക് ബാധിക്കും, ലോകത്തിന് ബാധിക്കും, ഗൾഫ് നാടുകൾക്ക് ബാധിക്കും. സൗദി അറേബ്യയിലും UAE-യിലും ഖത്തറിലും ബഹ്റൈനിലും എല്ലായിടത്തും ബാധിക്കും. അങ്ങനെയാണ്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ വേല പറഞ്ഞപ്പോഴും ഞാൻ ഉമ്മമാരോട് പറഞ്ഞു, നിസ്കാരപ്പായിലിരുന്ന് ശഅബാൻ മാസമാണ്, ദുആർന്നാൽ ഉത്തരം കിട്ടുന്ന മാസമാണ്, ബറാഅത്തിന്റെ രാവ് വരാൻ പോവാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യുമ്പോൾ ലോകരാഷ്ട്രങ്ങളിൽ സമാധാനം നിലനിന്ന് കിട്ടാൻ വേണ്ടി കണ്ണുനീരിറ്റിച്ച് യജമാനനായ റബ്ബിനോട് ആത്മാർത്ഥമായി മനന്നൊന്ന് കരുളുരുകി ദുആ ചെയ്യണം. ദുആയാണ് നമുക്ക് ഏറ്റവും വലിയ ആവശ്യം, നമ്മുടെ ഏറ്റവും വലിയ ആശ്രയം ദുആയാണ്. ആ ദുആ സങ്കടം വരുമ്പോ മാത്രം ദുആ ചെയ്യേണ്ടതല്ല. അങ്ങനെയാണ്. സന്തോഷമുള്ള സമയത്തും സങ്കടമുള്ള സമയത്തും ദുആർന്നാൽ ആ ദുആ വേഗം കേൾക്കും. അപ്പൊ മലക്കുകൾ പറയത്രേ അള്ളാഹിനോട് പോയിട്ട്, അള്ളാഹുവേ ഇത് പരിചയമുള്ള സൗണ്ടാണല്ലോ എന്ന്. എന്താ കാരണം? പരിചയമുള്ള സൗണ്ട് പറയാൻ കാരണം എന്താ? നേരത്തെ സന്തോഷകരമായ സമയത്തും ദുആ ചെയ്തിരുന്ന ആളാണ് അയാള്. അപ്പൊ മലക്കുകൾക്ക് നല്ല പരിചയമുണ്ട് ഈ സൗണ്ട്. ഇതിപ്പോ അങ്ങനെയല്ല. ക്യാൻസർ വന്നപ്പോഴാ ദുആ തുടങ്ങിയത്. ക്യാൻസർ കഴിഞ്ഞ മാസാ വന്നത്. അതുവരെ ദുആ ചെയ്തിട്ടില്ല. നല്ല ആരോഗ്യമുള്ള സമയത്ത് ദുആ ഇല്ല. ക്യാൻസർ വന്നപ്പോ ദുആ ചെയ്തപ്പോൾ മലക്കുകൾ അള്ളാഹിനോട് പറയത്തരാ അതൊരു പരിചയമില്ലാത്തൊരു സൗണ്ടാണ് അള്ളാഹ്. പരിചയമില്ലാത്ത സൗണ്ട്. ഇത് കാരണം നേരത്തെ ആരോഗ്യമുള്ള സമയത്ത് ദുആ ചെയ്തിട്ടില്ല. ദുആ വേണം. അള്ളാഹു നമുക്ക് ധാരാളം ദുആ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. ഒപ്പം മാരകമായ എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ കാത്തു രക്ഷിക്കട്ടെ. എന്ത് രോഗങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ ഇപ്പൊ എന്നോട് നേരത്തെ തന്നെ നമ്മളെ സെക്രട്ടറി, നമ്മളെ യൂസുഫ് മാസ്റ്റർ, മൂപ്പർ അച്ഛമാണ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞങ്ങളെ നേരത്തെ കാതരാജന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ആദ്യം തന്നെ ഞങ്ങളുടെ എക്സ്ക്യൂസ് ചോദിക്കുകയാണ്, കാരണം കുറെ ലിസ്റ്റ് വായിക്കാനുണ്ട് ഉസ്താദെ, ഇന്ന് ലിസ്റ്റ് വായനയുടെ ദിവസമാണ് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞു സന്തോഷാണ്. ഞാൻ അതനുസരിച്ചുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ എന്താക്കുക, വാല് നിർത്തും ചെയ്യുക. കാരണം നമുക്ക് ട്രെയിന് 1 മണിക്ക് തലശ്ശേരിന്ന് ട്രെയിനാണ് മംഗലാപുരത്തേക്ക്. അപ്പൊ അതിന് മുമ്പ് നമ്മൾ ഇതെല്ലാം തീരണമല്ലോ. അപ്പൊ അതനുസരിച്ച് ഞാൻ തങ്ങൾ ഉസ്താദിനോടും ചോദിച്ചു ഇത്ര മണിക്കാണ് നിർത്തേണ്ടത്. അപ്പൊ അൽഹംദുലില്ലാ 11 മണിക്ക് നിർത്തിയാൽ നമ്മൾ ഏകദേശം ക്ലിയർ ആകും. അപ്പൊ അത് നല്ലതാണ്. കാരണം ഓരോ ജനങ്ങൾ അവർക്ക് എത്ര സങ്കടങ്ങളാണുള്ളത്. ചില സ്ഥലത്ത് ഈ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് ദ്വാരക്കുമ്പോ സദസ്സെന്നൊക്കെ ചിലർ പറയും, എന്താ പറയുന്നറിയോ, എന്തിനാ ഇപ്പൊ ഇതൊക്കെ വായിക്കേണ്ട ആവശ്യം? ആ സങ്കടം നമുക്ക് വരാത്തത് കൊണ്ടാണ്. അതുപോലത്തൊരു സങ്കടം നമുക്കുണ്ടായാൽ വായിക്കണമെന്ന അഭിപ്രായത്തിൽ ഞാനും നിങ്ങളും എത്തും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയുള്ള രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഒരുപാട് വിഷമമുള്ളവർ, ഇൻഷാ അല്ലാഹ് അതൊക്കെ ലിസ്റ്റ് ഇന്നിവിടെ വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാണ്. പഴയ കാലത്ത് ഒരടി കൊണ്ടാൽ അത് ഓർമ്മ ഉണ്ടാവും, പഴയ കാലത്തെ അടി. ഇന്നത് ഉണ്ടാവൂല. നമ്മുടെ കുട്ടികളെ നന്നാക്കിയെടുക്കണം. അവർക്ക് നൽകുന്ന ഭക്ഷണം ശവം തീറ്റിക്കരുത്, നജസായ മൃഗങ്ങളുടെ ഇറച്ചി തീറ്റിക്കരുത്. സൂറത്തുൻ നഹലിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതാണ്, നല്ല ബോധമുള്ളവരാകണം രക്ഷിതാക്കൾ. ഇത് സാന്ദർഭികമായി ഞാൻ അങ്ങ് ഓർമ്മപ്പെടുത്തി എന്നേയുള്ളൂ. വഷ്കുറൂ നിഅമത്തല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഓ ജനങ്ങളെ, അതേ നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നവരാണോ, ആ റബ്ബിനെ നന്നായി ശുക്ർ ചെയ്യൂ. അങ്ങനെ റബ്ബിന് ശുക്ർ ചെയ്യേണ്ടുന്ന മാസമാണ് ശഅബാൻ. വരാൻ പോകുന്ന റമളാനും അങ്ങനെയല്ലേ. ആ റമളാനിനെ സ്വാഗതം ചെയ്യാൻ അതിനൊരു പ്രാക്ടീസിംഗ് മന്താണ് ശഅബാൻ. ആ ശഅബാനോ വശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസം എന്നല്ലേ ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോടൊപ്പം കിടന്നുറങ്ങിയ സമയം ഹദീസിൽ കാണാം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ മഹദിയുടെ കൂടെ കിടന്നുറങ്ങുകയാണ്. അതൊരു ബറാഅത്തിന്റെ രാവാണ്. ആ ബറാഅത്തിന്റെ രാവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? അതേ അല്ലാഹു തആല
ആ രാവിൽ ചോദിക്കും മലാമിൻ മുസ്തഗ്ഫിരിൻ, എന്നോട് പൊറുക്കലിന് ചോദിക്കുന്നവരുണ്ടോ? ഞാൻ അവർക്ക് മാപ്പ് നൽകാൻ റെഡിയാണ്. അലാമിൻ മുസ്തർസിഖീൻ, എന്നോട് റിസ്ക് ചോദിക്കുന്നവരുണ്ടോ? അവർക്ക് റിസ്ക് നൽകാൻ ഞാൻ റെഡിയാണ്. വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ? ആ വിഷമങ്ങൾ നീങ്ങിക്കിട്ടാൻ എന്നോട് ദുആ ചെയ്യുന്നവരുണ്ടോ? അവരുടെ വിഷമവും പ്രയാസവും നീക്കിക്കൊടുക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷേ അവർ ചോദിക്കാൻ റെഡിയാകണം. ഞാൻ ഇവിടെ റെഡിയായിട്ട് തന്നെയാണ് അവർ ചോദിക്കാൻ റെഡിയാകണം. കാരണം ആ ബറാഅത്തിന്റെ രാവോ, അതേ ഖൂമൂ ലൈലഹാ വസൂമൂ യൗമഹാ, അന്നത്തെ രാവിൽ നിങ്ങൾ ധാരാളം നിസ്കരിക്കൂ എന്ന് പറഞ്ഞില്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പകൽ നോമ്പ് നോൽക്കൽ സുന്നത്താണ്, രാത്രിയിൽ ധാരാളം നിസ്കരിക്കൽ സുന്നത്താണ്. അതിന് റക്അത്തിന്റെ എണ്ണമില്ല. എത്ര വേണമെങ്കിലും ധാരാളം നിസ്കരിക്കണം. ബറാഅത്തിന്റെ രാവ് അങ്ങനെയാണ്. പകൽ നോമ്പ് നോൽക്കണം. അതേ ശഅബാൻ 15 മാത്രമല്ല, അതേ ശഅബാൻ നോമ്പ് നോൽക്കേണ്ട മാസമാണ്. 13 നോമ്പ് നോൽക്കൽ നല്ലതാണ്, 14 നോമ്പ് നോൽക്കൽ നല്ലതാണ്, 15 നോമ്പ് അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. കാരണം ശഅബാൻ 13, 14, 15 അത് അയ്യാമുൽ ബീളാണ്, വെളുത്ത ദിവസങ്ങളാണ്. എല്ലാ മാസവും 13, 14, 15 നോമ്പ് നോൽക്കൽ സുന്നത്താണ്. ശഅബാനിൽ ഏതായാലും സുന്നത്താണ്. അതാണ് ഞാൻ പറഞ്ഞത്. ബറാഅത്തിന്റെ ദിനം മാത്രമല്ല, അതേ ശഅബാൻ 13, 14, 15 നോമ്പ് നോക്കണം, അത് സുന്നത്താണ്. എന്നാലോ നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമായ ദിവസങ്ങളുണ്ട്. ഞാൻ എന്റെ ഉമ്മമാരോട് പ്രത്യേകം പറയാണ്, അതേ 15 നോറ്റിട്ടില്ല, ബറാഅത്തിന്റെ ദിനത്തിൽ നോമ്പ് നോറ്റിട്ടില്ല, ബറാഅത്തിന്റെ മുമ്പ് നോറ്റിട്ടില്ല എന്ന് കരുതിയിട്ട് ബറാഅത്തിന് ശേഷം 15 ശേഷം ശഅബാനിൽ നോമ്പ് നോക്കുന്നത് പാടില്ല, അത് ഹറാമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. എപ്പോ അയാള് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അത് കൊടുക്കണോ? ഇപ്പൊ തന്നെ കൊടുക്ക. ഓ തേന് അതിലെന്താ എഴുതിയിട്ടില്ല? കല്ലറക്കൽ സ്വലാത്ത് തബറുക്ക് തേൻ. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സ്വലാത്തിൽ വെച്ച തേന്. അൽഹംദുലില്ലാ, തേന് എന്ന് പറഞ്ഞാൽ തന്നെ ഫീഹി ശിഫാഉൽ ലിന്നാസ് എന്നാണല്ലോ. പിന്നെ സ്വലാത്തിലും കൂടി വെച്ചതാവുമ്പോ അതിന് നൂറുൻ അലാ നൂർ, അങ്ങനെയാണ്. തേനിനെ കുറിച്ച് മാത്രം ഞാൻ ഇപ്പൊ ഈ അടുത്തൊരു സ്ഥലത്ത് സൂറത്തുൻ നഹലിൽ വിശദീകരിച്ചുകൊണ്ട് വഅദ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തേന് ശിഫയാണ് എന്ന് കരുതിയിട്ട് നല്ല നിയത്തോടുകൂടെ, വലിയ സംഖ്യ ഒന്നുമല്ല, ബദരീങ്ങളെ സംഖ്യ ഒരു 313. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ബദരീങ്ങളെ എണ്ണം 313. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ നാളെ ഒരു സ്ഥലത്ത് പോയപ്പോ പറഞ്ഞല്ല ഇവിടെ 316 നടന്നത്. അപ്പൊ 313 തന്നെയാണ്. അപ്പൊ അത് എവിടെയാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 313 രൂപ കൊടുക്കും എന്ന് കരുതിയിട്ട് നിങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഇപ്പൊ തന്നെ കൊടുക്കുക, അല്ലാത്തവര് പിന്നെ അല്ലെ. ഇപ്പൊ ഏതായാലും അത് നിങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഒന്ന് വാങ്ങുക. ഇത് സ്ത്രീകളുടെ ഭാഗത്തേക്ക് 2 ഭാഗത്തേക്ക്. അപ്പൊ അൽഹംദുലില്ലാ, അപ്പൊ കൊടുക്കാം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവേ അത് വാങ്ങുന്നവർക്കൊക്കെ നീ പരിപൂർണ ശിഫ നൽകണം റഹ്മാനെ. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. 15 ബറാഅത്തിന്റെ അന്നും നോമ്പ് നോറ്റിട്ടില്ല, ബറാഅത്തിന് മുമ്പും നോമ്പ് നോറ്റിട്ടില്ല. എന്നാൽ അയാൾക്ക് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോക്കണ പതിവൊന്നുമില്ല, അല്ലെങ്കിൽ നേർച്ചയാക്കിയ നോമ്പ് വീട്ടൊന്നുമല്ല, ഖളാ ആയ നോമ്പ് വീട്ടൊന്നുമല്ല. എന്നാൽ അങ്ങനെ ഈ പറയപ്പെട്ട ന്യായങ്ങളൊന്നും ഇല്ലാതെ 15 ശേഷം മാത്രം നോമ്പ് നോക്കുക, അത് കടുത്ത ഹറാമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനിപ്പോ അതിലേക്ക് കടക്കണില്ല. പെരുന്നാൾ നിസ്കാരം, പെരുന്നാൾ ദിവസം നോമ്പ് നോക്കൽ ഹറാമാണ്. അയ്യാമുത്ത ശരീക്കിന്റെ അന്ന് നോമ്പ് നോക്കൽ ഹറാമാണ്. എന്നാൽ ഉമ്മമാരെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പ്, കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ്, അതിന് ചില ഉമ്മമാർ ഇപ്പോഴും മുദ്ദ് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരു ആശ്വാസമാണ്. മുദ്ദുണ്ടല്ലോ, മുദ്ദുണ്ട്. ഞങ്ങളുടെ നാട്ടില് ഒരു മുദ്ദ ഉണ്ടായിരുന്നു. മുദ്ദ, റാഗിയുടെ മുദ്ദ എന്നതിന് പറയാം. നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ എവിടെ റാഗിയുടെ മുദ്ദ? ഇപ്പൊ ഉണ്ട് നിങ്ങളുടെ നാട്ടിലുണ്ടോ? എന്താ? മുത്താരി മുദ്ദ. അതാണ് ഞങ്ങളുടെ നാട്ടിനെ റാഗിന്റെ മുദ്ദ എന്ന് പറയും. ശരിയാണത്. എന്താ ഇപ്പൊ പഴയ കാലത്തെ ഭക്ഷണമൊക്കെ അതന്നെയല്ലേ? ജയിലിൽ പോലും അതാ കൊടുത്തിരുന്നെന്നാ പറയണത്. അപ്പൊ അങ്ങനെയാണ്. അപ്പോ ഇതിങ്ങനെ മുദ്ദിങ്ങനെ കൊടുക്കുക സ്ത്രീകള്. കഴിഞ്ഞ റമദാനിൽ നോമ്പ് പിന്നെ അനുഷ്ഠിക്കാത്തതിന്റെ പേരില് അത് ഈ റമദാന് മുമ്പായി നോമ്പ് ഖളാ വീട്ടുക തന്നെ വേണം.
കാരണമില്ലാതെ പിന്തിപ്പിക്കാൻ പാടില്ല. അത് മസലയാണ്. പിന്തിപ്പിച്ചാൽ, അകാരണമായി പിന്തിപ്പിച്ചാൽ ഓരോ നോമ്പിനും മുദ്ദ് കൊടുക്കണം. അത് വർഷങ്ങൾ ആവർത്തിച്ചു വരുന്നതനുസരിച്ച് ഓരോ നോമ്പിന്റെ മുദ്ദിന്റെ എണ്ണം കൂടും. അങ്ങനെയാണ് എന്ന് കരുതിയിട്ട് അവരെ തൊട്ട് നോമ്പ് ഒഴിവായി പോകൂല. ഒരു ഉമ്മയും തെറ്റിദ്ധരിച്ചു പോകരുത്. പിന്നെയോ അവർ ഈ മുദ്ദിങ്ങനെ കൊടുക്കന്നെ നോമ്പ് കളാ വീട്ടണില്ല എങ്കിൽ മരണപ്പെട്ടാൽ ഉമ്മമാരെ ശരിക്കും മനസ്സിലാക്കണം, സഹോദരിമാരെ ആലോചിക്കണം. ആ നോമ്പ് ബാക്കി വെച്ചങ്ങ് മരണപ്പെട്ടാൽ അതേ ഖബറിൽ പോയി കിടക്കുമ്പോൾ ആ നോമ്പ് ബാക്കി വെച്ചിട്ടാണ് പോയി കിടക്കുക എന്ന ബോധം വേണം. ആ നോമ്പ് പെരടിയിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഖബറിൽ പോയി കിടക്കുന്നത് എന്ന ബോധം വേണേ. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തങ്ങളെ കാണുന്നില്ല. ആയിഷ ഉമ്മയല്ലേ, ലോകത്തുള്ള മുഅ്മിനീങ്ങളാ മുഅ്മിനാത്തുകളായ ഉമ്മമാർക്ക് മാതൃകയല്ലേ സയ്യിദത്തുനാ ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ആ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മെല്ലെ അങ്ങ് തപ്പി നോക്കി, എവിടെയാണ് എന്റെ ഹബീബുള്ളത്, എവിടെയാണ് ലോകനേതാവുള്ളത്? കാണുന്നില്ല. ഇറങ്ങി വന്നപ്പോൾ അതേ മദീന മുനവ്വറയിലെ ജന്നത്തുൽ ബഖീയിലാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് തങ്ങൾ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ, താനി ജിബ്രീൽ അലൈഹിസ്സലാം, എന്റെ അരികിൽ ഇപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്നതേയുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞു, നബിയേ ഹാദിഹി, ഇത് ഏത് രാവാണെന്നറിയുമോ നബിയേ? ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ബറാഅത്തിന്റെ രാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അതേ ശഅബാൻ 15ന്റെ രാവാണ് നബിയേ. ഈ രാവിന്റെ പ്രത്യേകത എന്താണ്? വലില്ലാഹി ഉതഖാഉ ഫീഹാ, ഈ ബറാഅത്തിന്റെ രാവിലെ അല്ലാഹു തആല എത്രയോ നരകക്കാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. അതേ ബിഅദദി ശുഊരി ഗനമി കൽബ്, കൽബ് ഗോത്രക്കാരുടെ ആട്ടിന്റെ രോമങ്ങളുടെ എണ്ണമനുസരിച്ച് അല്ലാഹു ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാവാണ് നബിയേ. എന്നിട്ടതാ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, പക്ഷേ ലാ യൻദുറുല്ലാഹു ഫീഹാ, ആ രാവിലെ, ഇത്രയും മഹത്വമുള്ള രാവിലെ അല്ലാഹു ചില ആളുകളെ പരിഗണിക്കുകയില്ല, അവർക്ക് അല്ലാഹു മാപ്പ് കൊടുക്കുകയില്ല, അവരെ അല്ലാഹു സ്വീകരിക്കുകയില്ല. ആരാണ് ആ വിഭാഗമെന്നറിയുമോ? വിഭാഗത്തെ ഓരോന്നായി എണ്ണിപ്പറയുന്ന കൂട്ടത്തിലെല്ലാം കൂടി ഇപ്പൊ പറയാൻ നേരമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വലാ ഇലാ ഖാത്തിഉർ റഹീം, കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്നവരില്ലേ? ഓ ഉമ്മമാരെ, ചിലപ്പോൾ നിങ്ങൾ കാരണമായി നിങ്ങളെ ഭർത്താക്കന്മാർ അവരെ കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുകയില്ലേ? അവർക്ക് ചിലപ്പോൾ മിണ്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഭാര്യമാരാകുന്ന നിങ്ങളത് ബ്ലോക്ക് ചെയ്ത് വെച്ചില്ലേ? നിങ്ങളെ പേടിച്ചിട്ട് സ്വന്തം കുടുംബത്തോട് മിണ്ടാത്തവരില്ലേ? എന്തിനാണ് ഈ പിടിവാശി ഉമ്മമാരെ? എത്ര നാൾക്ക് വേണ്ടിയാണ് ഈ പിടിവാശി ഉമ്മമാരെ? ഇപ്പോഴല്ലേ നിങ്ങളെ കൺമുന്നിലൊരു മയ്യത്തിനെ കൊണ്ടുപോയത്? ഓ പുരുഷന്മാരെ, ഇപ്പോഴല്ലേ ഞാനും നിങ്ങളും ഒരു ജനാസ നിസ്കരിച്ചത്? ആ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അത് കാണുമ്പോൾ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. മയ്യത്ത് കാണുമ്പോൾ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. ഏതാണ് ആ ദിക്ർ? സുബ്ഹാനൽ ഹയ്യില്ലദീ ലാ യമൂത്ത്,
എന്താണ് ആ ദിക്റിന്റെ അർത്ഥം? ഒരിക്കലും മരണമില്ലാത്ത, എപ്പോഴും ഹയ്യായിട്ടുള്ള, ജീവിച്ചിരിപ്പുള്ള അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. എന്തേ ഇതിങ്ങനെ പറയാൻ കാരണം? മറ്റുള്ളവരെല്ലാം മരിക്കുമെന്നത് ഉറപ്പാണ്. അൽ ഹയ്യില്ലദീ ലാ യമൂത്, മരിക്കാതെ എപ്പോഴും ജീവിച്ചിരിപ്പുള്ളവനോ ഏകനായ അല്ലാഹു തആല മാത്രമാണ് കേട്ടോ. അല്ലാത്ത ഏത് വഅദ് പറയുന്ന മുസ്ലിയാരായാലും, എത്ര വലിയ ആളായാലും മരണമുണ്ട് കേട്ടോ. അതുകൊണ്ടാണല്ലോ പണ്ഡിതന്മാർ സുബ്ഹിയുടെ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ചെയ്യേണ്ടുന്ന ഒരു സുന്നത്തായ കാര്യം കിതാബിലൊക്കെ പഠിപ്പിച്ചത് കാണാം. കല്യൂബിയിലടക്കം മഹല്ലി ഇമാമത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സുന്നത്ത് ഞാൻ എന്റെ ഉമ്മമാരോട് പറയാണ്, സഹോദരിമാരോട് പറയാണ്. അതേ, നാളത്തെ സുബഹി നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കാരമുണ്ടല്ലോ, ആ നിസ്കാരത്തിന് ശേഷം ആ ഒരു ചെറിയ സുന്നത്ത് കാര്യം ചെയ്യാൻ മറന്നു പോകരുത്. അത് ചിലപ്പോൾ ആദ്യം നിങ്ങൾ ഫർള് നിസ്കരിച്ചതാണെന്ന് സങ്കല്പിക്കുക, പിന്നെയാണ് നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കുന്നത് എങ്കിൽ പോലും മഹാന്മാർ പറഞ്ഞു, സുബ്ഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ടല്ലോ, ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ടുന്നൊരു സുന്നത്താണ്. അതേ, ഒന്ന് ഖിബ്ലയിലേക്ക് മുഖം തിരിച്ചിട്ട് ഒന്ന് ചെരിഞ്ഞു കിടക്കൽ സുന്നത്താണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കിടന്നിട്ട് ഉറങ്ങിപ്പോരുത് കേട്ടോ. അവിടെ തന്നെ ഇങ്ങനെ കിടന്നിട്ട് ഉറങ്ങിപ്പോയി പിന്നെ സുബഹി ഖളാകാൻ പാടില്ല. അല്ലാതെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ, ഉമ്മമാരെ നിങ്ങൾക്കും കൂടി സുന്നത്തുള്ള കാര്യമാണത്, പുരുഷന്മാർക്കും സുന്നത്താണ്, ഒന്ന് ഖിബ്ലയിലേക്ക് ചെരിഞ്ഞു കിടക്കണം. ഏത് കിടത്തമാണത്? ഖിബ്ലയിലേക്കുള്ള ചെരിഞ്ഞ കിടത്തം ഏത് കിടത്തമാണെന്നറിയുമോ സുഹൃത്തുക്കളെ? ഈ സാധുവായ ഞാനങ്ങ് മരണപ്പെട്ടാൽ എന്നെ കൊണ്ടുപോയി കിടത്തുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിൽ എന്റെ മക്കള്, ആ ഖബറിൽ എന്റെ ശിഷ്യഗണങ്ങൾ, ആ ഖബറിൽ എന്റെ സ്നേഹജനങ്ങൾ എന്നെ കൊണ്ടുപോയി കിടത്തുന്ന രൂപം അതാ. നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളെ കൊണ്ടുപോയി കിടത്തുന്ന രൂപം അതാ. ആ കൊണ്ടുപോയി കിടത്തുന്ന രൂപം ഒന്ന് സുബ്ഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമില്ലേ, സുബ്ഹി ബാങ്ക് കൊടുത്തതിന് ശേഷം ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമില്ലേ, ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ അതുപോലെ ഒരു കിടക്കൽ സുന്നത്താണ്. അതിൽ ചൊല്ലി പറയേണ്ടത് വേറെയുണ്ട്. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകാഈല വഇസ്റാഫീല വഅസ്റാഈല വറബ്ബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജിർനീ മിനന്നാർ. ഇനി അത് ചൊല്ലി പറയാൻ കഴിയില്ലെങ്കിലും അതൊരു ചെറിയ ദിക്റാണ്, ഒരു ചെറിയ ദുആയാണ്, നിങ്ങൾക്കത് പഠിക്കാനേ ഉള്ളൂ. ഇനി ഒരു പക്ഷെ അത് ചൊല്ലി പറയാൻ കഴിഞ്ഞില്ലെങ്കിലും അതേ ഒന്ന് ചെരിഞ്ഞ് കിടക്കാൻ പഠിപ്പിക്കണ്ടല്ലോ, അതൊരു പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമല്ലല്ലോ. ഒന്നവിടെ ചെരിഞ്ഞ് കിടക്കൽ സുന്നത്താണ്, ചൊല്ലി പറഞ്ഞില്ലെങ്കിലും അങ്ങനെ കിടക്കൽ സുന്നത്താണ്. എന്തിനാണ് ആ സമയം അങ്ങനെ ചെയ്യൽ സുന്നത്ത് എന്ന് പറയാൻ കാരണം? അവിടെ പണ്ഡിതന്മാര് പറഞ്ഞു, ആ നേരം ഏത് നേരമാണ്? അത് അവ്വലുന്നഹാർ, പകലിന്റെ തുടക്കമാണ്. അത് ഏർലി മോർണിംഗ് ആണ്. ഏർലി മോർണിംഗ് എന്ന് പറഞ്ഞാലോ അവ്വലുന്നഹാർ, പകലിന്റെ തുടക്കമാണ്. ഒരു ദിവസം നമ്മുടെ പ്രത്യക്ഷത്തിൽ ആരംഭിക്കുന്നത് അവിടുന്നാണ്. ആ തുടക്ക സമയത്തിൽ തന്നെ നിങ്ങളതാ ഒന്ന് ചെരിഞ്ഞ് കിടക്കണം. എന്നിട്ട് ആ കിടത്തത്തിൽ നിങ്ങളൊന്ന് ആലോചിക്കണം, റബ്ബേ ഇത് ഒരു ചെറിയ സാമ്പിൾ ആണല്ലോ, ഇതൊരു ട്രയൽ കിടത്തമാണല്ലോ, ഇതൊരു ഗ്രേസ് കിടത്തമാണല്ലോ, ഇതുപോലത്തൊരു ഒറിജിനാലിറ്റി കിടത്തം എന്റെ ഖബറിൽ എന്റെ നാട്ടുകാര് കൊണ്ടുപോയി എന്നെ കിടത്താറുണ്ടല്ലോ. ആ കിടത്തമൊന്ന് നന്നാകണം, അതൊരു നല്ല സന്തോഷത്തോടെയുള്ള കിടത്തമാകണം എന്നിങ്ങനെ ഈ കിടന്നപ്പോൾ ഒന്ന് ആലോചിച്ചാൽ
അന്നത്തെ പകലും അന്നത്തെ രാത്രിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ മനസ്സിൽ ആശയമുണ്ടാകും. അങ്ങനെ ഒരു ചിന്ത വരാനാണ് ആ കിടത്തം സുന്നത്തെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്. അങ്ങനെ നല്ല നല്ല രാവുകൾ ഉപയോഗപ്പെടുത്തണോ ആ ബറാഅത്തിന്റെ രാവിലോ. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ആ മയ്യത്ത് കൊണ്ടുപോയ രംഗം കണ്ടില്ലേ ഉമ്മമാര്? ഇത് കണ്ട നമ്മൾ എന്തിനാണ് പിന്നെയും ഒരു വാശിയോടെ ജീവിക്കുന്നത്? എന്തിനാ? പുരുഷന്മാരോട് ചോദിക്കട്ടെ, വബല്ലിഗ്നാ റമളാൻ, റമളാനിനെ എത്തിച്ചു തരാൻ അല്ലാഹുവോട് ദുആ ചെയ്യുന്നു. കുടുംബത്തോട് ഇപ്പോഴും പണക്കത്തിലാണ്, അയൽ വീട്ടുകാരോട് ഇപ്പോഴും വിഷമത്തിലാണ്, നാട്ടാരോട് ഇപ്പോഴും പണക്കത്തിലാണ്. എന്നിട്ട് വബല്ലിഗ്നാ റമളാൻ, റമളാൻ എത്തിച്ചു തരണമെന്ന് റബ്ബിനോട് ദുആ ചെയ്തിട്ട് വല്ല കാര്യവുമുണ്ടോ? വല്ല നേട്ടങ്ങളുണ്ടോ? ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ട സമയമല്ലേ? ഒന്ന് ചിന്തിക്കേണ്ട നേരമല്ലേ? കുടുംബക്കാരോട് പിണങ്ങിയവനാണോ? ബറാഅത്തിന്റെ രാവിൽ പോലും അല്ലാഹു അവനിലേക്ക് നോക്കൂല. വലാ ഇലാ ആഖിൻ ലിവാലിദൈഹി, മാതാപിതാക്കളെ വിഷമിപ്പിച്ചവനാണോ? വേദനിപ്പിച്ചവനാണോ? സ്വന്തം ഭാര്യയ്ക്ക് ഒരു ചെറിയ തലവേദന ഉണ്ടായപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും തിരക്ക് മാറ്റി വെച്ചിട്ട് ഇവൻ വേഗം വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഉമ്മ പറയുന്നു, മോനെ എനിക്ക് ഭയങ്കര വേദനയുണ്ട്, ശരീരവേദനയുണ്ട്, തലവേദനയുണ്ട്. ഉമ്മാനോട് പറയാണ്, പ്രായമായാലൊക്കെ ഉണ്ടാവും, കുറച്ചൊക്കെ ക്ഷമിക്കണം. എന്തേ ഭാര്യയ്ക്ക് വന്നപ്പോൾ എന്താ ക്ഷമിക്കണം എന്ന് പറയാത്തത്? ഭാര്യയ്ക്ക് തലവേദന ഉണ്ടായപ്പോൾ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഭാര്യനോട് ക്ഷമിക്കാൻ പറഞ്ഞില്ല, അപ്പോഴൊന്നും ആ വാല് വന്നില്ല. എന്നാൽ ഉമ്മാക്ക് തലവേദന ആയപ്പോൾ ഉമ്മാനോട് പറയാ, ഉമ്മാന്റെ പ്രായം എത്രയാ? ചെറിയ പ്രായമൊന്നുമല്ലല്ലോ, അത്യാവശ്യം പ്രായമല്ലേ ഉള്ളു. ഈ പ്രായമുള്ള സമയത്ത് വേദന ഒക്കെ ഉണ്ടാവും, അപ്പൊ ക്ഷമിക്കണം. ഇതൊക്കെ ഉമ്മ കാണാണ്. അപ്പോഴാണ് ആ ഉമ്മ ചിന്തിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, എനിക്ക് നീ തന്ന മോനാണല്ലോ റബ്ബ്. അവന്റെ ഭാര്യയ്ക്കൊരു തലവേദനയുണ്ടെന്നറിഞ്ഞപ്പോൾ വേഗം അങ്ങ് കൊണ്ടുപോയി ഡോക്ടറിനെ കാണിച്ചു മരുന്ന് വാങ്ങിക്കൊടുത്തു. പക്ഷേ എനിക്കൊരു തലവേദന, എന്റെ ശരീരവേദന, അത് എനിക്കും നിനക്കുമല്ലേ അറിയുന്നത്? അത് ഞാൻ മറ്റാരോടുമല്ലല്ലോ പറയേണ്ടത്. ഞാനത് പറയേണ്ടത് എന്റെ നൊന്ത് പ്രസവിച്ച മോനോടാണല്ലോ. ആ മോനോട് ഞാനതങ്ങ് പറഞ്ഞപ്പോൾ അവന് പ്രായമായില്ലേ ഉമ്മ, വേദനക്ക് ഉണ്ടാവും, കുറച്ച് ക്ഷമിക്കണോന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞപ്പോ അപ്പൊ തന്നെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞപ്പോൾ ക്ഷമിക്കണോന്ന് പറഞ്ഞു. ഇത് ഉമ്മയങ്ങ് കണ്ടുമ്മാന്റെ മനസ്സ് വേദനിച്ചില്ലേ മനുഷ്യ? അത് കേട്ട ബാപ്പാന്റെ മനസ്സ് വേദനിച്ചില്ലേ? ആ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചവനാണോ? സ്വന്തം കെട്ടിയോളെ പ്രീതിപ്പെടുത്താൻ, സ്വന്തം ഭാര്യയെ പ്രീതിപ്പെടുത്താൻ നൊന്ത് പ്രസവിച്ച ഉമ്മാനെ വേദനിപ്പിച്ച മോനാണോ? വാല കേൾക്കുന്ന യുവതികള്, വാല കേൾക്കുന്ന കൗമാര പ്രായമുള്ള പെൺമക്കള്, ഭൗതികമായ സുഖത്തിന് വേണ്ടി, ഈ ഭൗതികമായ ജീവിതത്തിന്റെ താല്പര്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു നിമിഷം ബാപ്പാന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ? ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ? നിന്റെ ശരീരത്തിൽ ധരിച്ചിട്ടുള്ള പർദക്ക് മൂല്യമില്ല, നിന്റെ തലയിലിട്ടിട്ടുള്ള തട്ടമുണ്ടല്ലോ, ആ തട്ടത്തിന് പ്രസക്തിയില്ല. ബറാഅത്തിന്റെ രാവിലെ പോലും അല്ല നിന്നിലേക്ക് നോക്കൂല. അപ്പൊ നീ എത്ര വലിയ ഭാഗ്യമില്ലാത്തവളോ. അതുകൊണ്ട് നന്നായി ഉണരണം, ഒരുങ്ങണം, പരിശുദ്ധ റമളാനെ വരവേൽക്കാൻ ഒരുങ്ങണം. ഉമ്മമാരേ, വീട് വൃത്തിയാകണം, പരിസരം വൃത്തിയാകണം, എല്ലാം വൃത്തിയാകണം. വീടും വീടിന്റെ പരിസരം വൃത്തിയായാൽ മാത്രം പോരാ, പള്ളിയുടെ പരിസരം വൃത്തിയായാൽ മാത്രം പോരാ, നമ്മുടെ മനസ്സ് വൃത്തിയാകണോ, നമ്മുടെ അവയവങ്ങൾ വൃത്തിയാകണോ. ആ മനസ്സ് വൃത്തിയാകാനാണ് ശഅബാൻ, ശരീരത്തിലെ അവയവങ്ങൾ വൃത്തിയാകാനാണ് റജബ്. ഇതെല്ലാം ചെയ്തുകൊണ്ട് വിശുദ്ധ റമളാനിലേക്ക് ഒരുങ്ങണമെന്ന് മാത്രം ഈ സമയം സാധുവായ ഞാൻ എന്റെ അമ്മാരത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാദു നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്,
സാധുക്കളായ ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം അല്ലാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യട്ടെ. ഞാൻ എന്റെ വഅദ് നിർത്തുന്നു. ഇത്രയും നാൾ ഇവിടെ നടന്ന എല്ലാ വഅദുകളും അല്ലാഹുവേ നീയൊക്കെ കബൂൽ ചെയ്യണം റഹ്മാനെ. ഒക്കെ പ്രഗത്ഭരായ എല്ലാ കേരളത്തിലും അങ്ങും ഇങ്ങും ഗൾഫ് നാടുകളിലൊക്കെ അതിലിപ്പോ ഞാൻ മാത്രമുള്ള ഒരു കുറവുള്ള ആള്, ബാക്കിയൊക്കെ വലിയ പ്രഗത്ഭരാണ്. അൽഹംദുലില്ലാഹ്. ആ പ്രഗത്ഭരായ മഹത്തുക്കളെ പെങ്ങൾക്കൊക്കെ ഇത്രയും ദിവസം ഞാൻ കല്ലറക്കൽ ഇങ്ങനെ നോട്ടീസ് ഇങ്ങനെ നോക്കുമ്പോ എന്റെ പേരായിപ്പോയില്ല, ഞാനിപ്പോ ഒരു ചെറിയ ആളിപ്പോയിൽ കാണുന്നുള്ളൂ. എനിക്ക് തന്നെ പോരണോ വേണ്ടെന്ന് ഇങ്ങനെ തോന്നിപ്പോയി. ബാക്കിയൊക്കെ വലിയ വലിയ മഹത്തുക്കളാണ്. അപ്പൊ അവരൊക്കെ ഇവിടെ വന്ന് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്തൊരു ഭാഗ്യാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അപ്പൊ ഈ നാട് മഹാന്മാരായ സാദാത്തുക്കളും ആലിമീങ്ങളും ഒക്കെ വലിയ ബഹുമാനത്തോടെ സ്നേഹത്തോടെ കാണുന്ന നാടാണ്. അല്ലാഹു ആ തനിമ നമ്മുടെ കാലത്ത് മാത്രമല്ല, നമ്മുടെ മക്കൾ, മക്കളെ മക്കൾ, പേരമക്കൾ, ഖിയാമത്ത് നാൾ വരെ വരുന്ന സന്താന പരമ്പര, അക്കാലങ്ങളിലൊക്കെ ഇത് നിലനിന്ന് കിട്ടണം. അല്ലാഹു തആല അങ്ങനെയുള്ള ഒരു നാടായി നമ്മുടെ ഈ നാടും നമ്മുടെ എല്ലാ നാടുകളും അല്ലാഹു ആക്കി തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നേരത്തെ എന്നോട് പറഞ്ഞു, ഇത് ഇന്നിങ്ങനെ വന്നു എന്നുള്ളൂ, ഇന്ന് സമാപനത്തിന് വന്നതാണ്, ദിക്ർ ഹൽക്ക സ്വലാത്ത് വാർഷികത്തിന് വേറെ വരണം എന്ന് പറഞ്ഞു. മാസത്തിന് വരണമെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വരാം. അല്ലാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം ഒരുപാട് പേര് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം ചെന്നത് തന്നെ ഞങ്ങളെ പ്രിയപ്പെട്ട കല്ലറക്കൽ ഖാദർ ഹാജി അവരെ വീട്ടിലാണ് ഞാൻ അവിടെ ചെന്നത്. അൽഹംദുലില്ലാഹ് അവിടൊക്കെ ഞങ്ങളെ സെക്രട്ടറിയും നമ്മളെ യൂസുഫ് മാസ്റ്റർ സുബ്ഹാനല്ലാഹ് മൂപ്പര കയ്യിൽ എപ്പോഴും ഒരു ഫയല് കാണും. ഞാൻ കരുതി മുഖാമുഖത്തിന് വല്ല പോവാണെന്ന് കരുതി, ആശയ സംവാദത്തിന് പോവാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഈ ഫയല് നിറയെ കടലാസ് ദുആ കൊണ്ടുള്ള വസിയത്താണ്. അൽഹംദുലില്ലാഹ്. കണ്ടില്ലേ, ദുആ കൊണ്ടുള്ള വസിയത്ത് വലിയ കാര്യമാണത്. ഉമ്മമാരെ, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ എല്ലാ കാര്യത്തിനും ഇവിടുന്ന് ദുആ ചെയ്യും. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നബിയെ തങ്ങൾ പറയൂ, നിങ്ങൾ ദുആ ഉണ്ടെങ്കിലേ ഞങ്ങളെ റബ്ബ് നിങ്ങളെ കബൂൽ ചെയ്യുള്ളൂ, പരിഗണിക്കുള്ളൂ. അതുകൊണ്ട് ദുആ ചെയ്യണം. കേട്ടിട്ട് കിട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ട് ദുആ നിർത്തരുത്, ഒരിക്കലും നിർത്തരുത്. നാളെ ഒരു ഉപ്പ ഒരു കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിട്ട് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇതെന്റെ കുട്ടിയാണ്. അപ്പോ 13 വർഷത്തിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷം കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിനെ അല്ലാഹ് എനിക്ക് തന്നതാണ് എന്ന് പറഞ്ഞു. ദുആ ചെയ്തു, 13 വർഷക്കാലം ദുആ ചെയ്തു, അല്ലാഹു തന്നു. അപ്പൊ അതുകൊണ്ട് ദുആ നിർത്തരുത്. രോഗികൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു നാൾ അല്ലാഹു സുഖപ്പെടുത്തി തരും. വിഷമങ്ങളുള്ളവർ എന്ത് വിഷമുണ്ടെങ്കിലും ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അള്ളഹാനോട് നമ്മൾ എത്ര ചോദിച്ചിട്ടും കിട്ടാത്തതിൽ നമ്മൾ വിഷമിക്കേണ്ടല്ലോ. ജനങ്ങളോട് ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ ഒന്ന് വിഷമായി. അള്ളഹാനോട് അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് ചോദിക്കന്നെ. ഒരു നാൾ അള്ളാഹു നമ്മുടെ വിഷമം തീരും. ഇപ്പൊ നാള് കണ്ടില്ലേ, ബദ്റാൻ എന്ന് പറയുന്ന ജോർദാനുകാരൻ ജന്മനാ സംസാരശേഷിയില്ലാത്ത കുട്ടിയായിരുന്നു. 26-ാം വയസ്സിൽ ഹറമിൽ വന്നു. കഅബയെ കണ്ട ഉടൻ കുടുംബം കൂടെയുണ്ട്, നാട്ടുകാര് കൂടെയുണ്ട്. അവിടുന്ന് വിളിക്കുകയാണ്, യാ അല്ലാഹ്. അതുവരെ സംസാരശേഷിയില്ല. 26-ാം വയസ്സിൽ അള്ളാഹു സംസാരശേഷി കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അതുകൊണ്ട് ദുആ വിടണ്ട. ദുആ മാത്രമേ നമ്മുടെ മുന്നിലുള്ള പ്രതീക്ഷ. അള്ളാഹു നമുക്ക് ദുആഇന് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇവിടെ വന്നപ്പോഴും ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ ചെന്നു, നമ്മളെ അസ്കറിന്റെ വീട്ടില്. അപ്പൊ അസ്കറിന്റെ പെങ്ങള്, എനിക്കത് കേട്ടപ്പോ ഇല്ലാത്ത സങ്കടം തോന്നിപ്പോയി. കല്യാണം കഴിഞ്ഞ് 8 വർഷങ്ങളായി. അതിനുശേഷം അല്ലാഹു തആല ഒരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞ് 5 മാസം ഉണ്ടായി. ആ സമയമാകുമ്പോഴേക്ക് അല്ലാഹു ആ കുഞ്ഞിനെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞു. ഞാനപ്പോ ആ കുട്ടിന്റെ ഉപ്പാനോട് പറഞ്ഞു, വിഷമിക്കണ്ട, അതിനെന്തോ ഒരു ഖൈറുണ്ടാകും.
ഒക്കെ അറിയുന്നവനാണ് അള്ളാഹു. അള്ളാഹു ആ മുസീബത്തിൽ ആ ദമ്പതികൾക്ക് വലിയ ക്ഷമ നൽകണം റഹ്മാനെ, പ്രതിഫലം നൽകണം റഹ്മാനെ, പകരം നീ ധാരാളം ഖൈർ നൽകണം റഹ്മാനെ, സന്താന ഭാഗ്യം നല്ല മക്കളെ കൊടുക്കണം റഹ്മാനെ എന്ന് ദുആ ചെയ്യുന്നു. വലിയ ആവേശത്തോടു കൂടെയാണ് അസ്കർ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി തങ്ങളുപ്പാപ്പാക്ക് ഞങ്ങൾക്കൊക്കെ ഭക്ഷണം തന്നത്. അള്ളാഹു ആ വീട്ടുകാർക്കും ഞങ്ങൾക്കൊക്കെ സ്വർഗീയ ഭക്ഷണം നൽകണം റഹ്മാനെ, അവരുടെയും ഞങ്ങളുടെയും ഖൈറായ മുറാദ് നിറവേറ്റി തരണം റഹ്മാനെ, വിഷമങ്ങളെ തീർത്തു തരണം റഹ്മാനെ. അപ്പോ കാദറാജിന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് നമ്മളെ യൂസുഫ് മാസ്റ്റർ ഇവരും കാദറാജും തമ്മിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആ ഒരു രംഗം ഞാൻ കണ്ടപ്പോ ഈ നാട്ടിന്റെ ഐക്യവും ഒത്തൊരുമയും എന്നെ വല്ലാതെ ഹഠാതാകർഷിച്ചു. എന്നെ മുടവന്തേരിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടാക്കാൻ വേണ്ടി വന്ന എന്റെ 3 സ്നേഹജനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവർ ഈ രംഗം കണ്ടപ്പോ എന്നോട് തിരിച്ചു അവരിങ്ങനെ എന്നോട് പറഞ്ഞു, വല്ലാത്ത സ്നേഹാണ്. കാരണം ആ സ്നേഹം അവരിങ്ങനെ പങ്കുവെക്കുകയാണ്. സെക്രട്ടറി പറഞ്ഞു, ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ വലിയ ആവേശം, കാദറാജിനെ പോലത്തവരൊക്കെ ഇതിന്റെ മുന്നിലുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും ദിവസങ്ങൾ ഈ ഉസ്താമാരൊക്കെ കിട്ടാൻ കാരണം അവരാണ് എന്ന് പറഞ്ഞു. എല്ലാ തിരക്കും മാറ്റിവെച്ച് വലിയ വലിയ ഉസ്താദുമാരൊക്കെ ഇവിടെ വന്നു. അവരെ ഹാദ്യമായ നിലക്ക് സാധുവായ ഞാനും ഇവിടെ അവസാനം ഒരു ദിവസം ഒന്നുള്ളൂ. അള്ളാഹു ഇതൊക്കെ കബൂൽ ചെയ്യട്ടെ. നമ്മളെ പ്രിയപ്പെട്ട കാദറാജിയുടെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടു പോയത് റബീഉൽ അവ്വൽ 12-നാണ്. അതുപോലെ അവരുടെ ഭാര്യ പിതാവ് മരണപ്പെട്ടത് ഇതുപോലത്തൊരു ശഅബാൻ 15-നാണ്. അള്ളാഹു അവർക്കൊക്കെ സ്വർഗത്തിൽ വലിയ പദവി നൽകണം റഹ്മാനെ. അതുപോലെ ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് ഇന്ന് മരണപ്പെട്ടു പോയ ആ മയ്യിത്ത് ഉൾപ്പെടെ ഞങ്ങളെ ഈ നാട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ, ഈ സദസ്സിലുള്ള മുഅ്മിനീങ്ങളുമായി ബന്ധമുള്ളവർ ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ എല്ലാവർക്കും സ്വർഗത്തിൽ വലിയ ദർജ നൽകണം റഹ്മാനെ. ഈ കല്ലറക്കൽ പള്ളി വലിയ വലിയ മഹത്തുക്കൾ ദർസ് നടത്തിയ പള്ളിയാണ്. KV ഉസ്താദ് ഒരു ദിവസം ഇവിടെ ദിക്ർ മജ്ലിസ് കഴിഞ്ഞ് അന്ന് തഹജ്ജുദിന്റെ മുന്നോടിയായി സുബ്ഹിക്ക് മുമ്പ് മരണപ്പെട്ടവരാണ്. അവരുടെ ആണ്ടിന്റെ സമയമാണ് എന്നും കൂടി ഇന്നലെയായിരുന്നു ആണ്ട് എന്നറിയാൻ സാധിച്ചു. അങ്ങനെ പ്രഗത്ഭരായ മഹത്തുക്കൾ ദർസ് നടത്തിയ നാടാണ് കല്ലറക്കൽ ഈ പള്ളി. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കണം റഹ്മാനെ.